പോസിറ്റീവ് വൈബ്സ് മരിയാസ് എന്നെത്തി നിൽക്കുന്നത് മരിയാസ് കിച്ചണിലാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയാണ്. ഇവിടെ വെജ് പിസ്സയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു വേണ്ടി ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് പിസ്സയ്ക്ക് വേണ്ടിയുള്ള മാവ് കുഴച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി ഞാൻ ഈ ഒരു കപ്പാണ് മെഷറിംഗ് കപ്പായിട്ട് എടുക്കുന്നത്. ഈ ഒരു കപ്പ് കൊണ്ട് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ മെഷറിംഗ് കപ്പ്, ഇതാണ്. അപ്പോൾ ഇതിനനുസരിച്ചാണ് ഞാനിനി പാകങ്ങളൊക്കെ പറയുന്നത്. 2 കപ്പ് മൈദ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഉപ്പ് ചിലയിടത്ത് മാത്രം കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത സെയിം മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിതിൻ്റെ പകുതി, അതായത് 1/2 കപ്പ് വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് ജസ്റ്റ് ഒന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഒരു നനഞ്ഞ ടവൽ അതിൻ്റെ മുകളിലിട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് പിസ്സയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ ഒരു സബോളയും ഒരു ചെറിയ ക്യാരറ്റും ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ ചൂടാക്കി അതിലൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ പച്ചക്കറികൾ അതിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു നുള്ള് മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അധികം കുക്കായി പോകുന്നൊന്നും വേണ്ട, വെറുതെ ഒന്ന് വഴറ്റി വന്നാൽ മതി. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് അരമണിക്കൂറായി. അരമണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കി നല്ലപോലെ കയ്യിലെടുത്ത് മിക്സാക്കി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അത് ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തുന്ന ഇതിലേക്ക് പോകാം. പരത്തുന്നതിന് മുന്നേ ഇതിന് 2 സൈഡിലും കുറച്ച് മൈദ നമ്മൾ തൂവി കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ കട്ടിയിൽ, അത്യാവശ്യം കട്ടിയിൽ നമ്മൾ പരത്തിയെടുക്കുക. അല്ലാണ്ട് കനം കുറയ്ക്കരുത്, എന്ന് വെച്ച് ഭയങ്കര കട്ടിയായി പോകരുത്. ഒരു 3 അല്ലെങ്കിൽ ഒരു 4-5 ചപ്പാത്തിയുടെ കട്ടിയിൽ നമ്മളിത് പരത്തിയെടുക്കുക. നമ്മൾ നേരത്തെ പച്ചക്കറികൾ വഴറ്റാൻ വേണ്ടി യൂസ് ചെയ്ത സെയിം പാൻ തന്നെയാണ്. അതിൽ എണ്ണ നമ്മൾ മാറ്റിയിട്ടില്ല. ഒരു ഇച്ചിരി എണ്ണ അവിടെ ഉണ്ടാകുന്നത് നല്ലതാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു പ്രീ ഹീറ്റ് ഒരു സ്റ്റേജിൽ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ മൈദയുടെ മാവ് ഷീറ്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ നിറച്ച് ഹോള് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പിസ്സ സോസാണ്. അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇടാം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഏത് സോസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിസ്സ സോസ് അതിൻ്റെ മുകളിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിൻ്റെ മുകളിൽ പരത്തി കൊടുക്കുക. ഇനി ഞാൻ ചീസിന് പകരം മയോണൈസാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ആ മയോണൈസും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതൊരു ലിഡ് കൊണ്ട് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കൊണ്ട് ഇത് ശരിയാവും. അതിന് ശേഷം ലിഡ് തുറന്ന് നോക്കിയിട്ട് ഒരു കത്തി കൊണ്ട് കുത്തി നോക്കുക അത് വെന്തിട്ടുണ്ടോയെന്ന്. ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. കത്തിയുമ്പോൾ അത് പറ്റിപ്പിടിച്ചിരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വേവായിട്ടുണ്ട്. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിൽ പറയണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.